ഗൈസ് നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട് നമുക്ക് ഒരു അൺബോക്സിങ്ങിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്താലോ? ഇപ്പം മഴയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? ഒരു ക്ലോത്ത് ഡ്രൈയിങ് സ്റ്റാൻഡ്. യെസ്, നമ്മുടെ തുണിയെല്ലാം നനഞ്ഞു കിടക്കുമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഡ്രൈയിങ് സ്റ്റാൻഡിൻ്റെ റേറ്റ് നമ്മുടെ നാട്ടിൽ തിരക്കിയപ്പോൾ 1800 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ വരുന്നത്. അപ്പം നേരെ പോയി നമ്മുടെ ഫ്ലിപ്കാർട്ടിലേക്ക് വെറും 850 റുപ്പീസിൻ്റെ എനിക്ക് കിട്ടി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നാഗവല്ലിയുടെ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇതെങ്ങനെ അസംബിൾ ചെയ്യുക, അതുകൊണ്ട് ഞാൻ വാരി വലിച്ചിട്ട് മുടിയെല്ലാം ഒതുക്കി കെട്ടി നല്ല കുട്ടിയായിട്ട് വന്നിരുന്നിട്ട് അസംബിൾ ചെയ്യാൻ തീരുമാനിച്ചു. ഗൈസ് മാനുവൽ തലതിരിച്ചാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്ത് തേങ്ങ ഇതിൽ എഴുതി വെച്ചേക്കുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടികൾ വളരെ ആഡംബരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇതൊക്കെ തലകുത്തി വെക്കേണ്ട സാധനങ്ങളാണ് ഗൈസ്. ഞാൻ എന്തൊക്കെയോ കാണിച്ചതിൽ എനിക്കത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. മാനുവൽ നമ്മൾ നോക്കി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. മാനുവലിൽ ഒരു QR കോഡ് ഞാൻ ലാസ്റ്റ് കണ്ടുപിടിച്ചു. ഇത് യൂട്യൂബിൽ നമുക്ക് വീഡിയോ വിഷ്വലായിട്ട് കിട്ടും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പാടുപെടുന്നത്? അപ്പം ഞാൻ വീഡിയോ നോക്കി കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫൈനലി കഴിഞ്ഞു. അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഫൈനലി നമ്മുടെ ക്ലോത്ത് ഡ്രൈയിങ് സ്റ്റാൻഡ് റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ബൈ.